പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കെ എസ് ആർ ടി സിയിലെ റൂട്ടുകളെ കുറിച്ചാണ്. കെ എസ് ആർ ടി സിക്ക് താല്പര്യമില്ലാത്ത 1084 ഷെഡ്യൂൾഡുകളെ കുറിച്ചാണ്. ആ ഷെഡ്യൂളുകളിൽ 503 506 വിറ്റതിൻ്റെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മാധ്യമം പത്രത്തിൽ മാധ്യമം ചാനലിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നു. കാരണം കെ എസ് ആർ ടി സി വിറ്റ മെയിൻ റൂട്ടിലെ ആ റൂട്ടുകൾക്ക് സ്വകാര്യ ബസ്സുകൾക്ക് ചാകര എന്നായിരുന്നു വാർത്ത. കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് അറിഞ്ഞില്ല കേട്ടോ, പക്ഷേ അറിഞ്ഞിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തോളം അല്ലെങ്കിൽ 1100ഓളം റൂട്ട് വിൽക്കുമ്പോൾ പൊതുസമൂഹം അതിനെ എതിർക്കും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് 503 ചുരുക്കിയതും അത് പിന്നീട് ബാക്കിയുള്ളത് വിൽക്കാൻ വെച്ചിട്ടുള്ളതും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ 35 രൂപ ഇ പി കെ എം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് അറിയില്ല. ഏണിംഗ് പെർ കിലോമീറ്റർ, ഇ പി കെ എം ഏണിംഗ്, ഒരു കിലോമീറ്ററിൽ ഓടുന്ന പൈസ 35 രൂപ വേണം എന്നുള്ള നിർദ്ദേശം ഇവർ വെക്കുകയും അതില്ലാത്ത വാഹനങ്ങൾ അത് നിർത്തലാക്കുകയും ചെയ്തു. ഇതിങ്ങനെയാണ് റൂട്ട് നഷ്ടമാണെന്നൊക്കെ ഇവർ പറഞ്ഞു വരുന്നത്. പക്ഷേ ടോട്ടൽ ഒരു വാഹനം എടുക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ 2754 വാഹനങ്ങളാണ് സർവീസിന് യോഗ്യമായുള്ളത്. ആ വാഹനം ഓടിക്കുമ്പോൾ ഏകദേശം അതിന് മുകളിലാണ് കളക്ഷൻ വരുന്നത് എന്നിരിക്കെ ഈ പാട്ടവണ്ടികൾ ഓടിച്ച് ഇത്രയും കളക്ഷൻ കൊണ്ടുവരുമ്പോൾ ഈ റൂട്ടുകൾ വിറ്റ് തുലയ്ക്കുകയാണ് ഇവർ ചെയ്തത്. എന്നിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും വന്നിട്ട് പറയുന്നു, പുതിയതായി ഞങ്ങൾ 500 റൂട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട MLA-മാരുടെയും നിയമസഭാ സാമാജികരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയൊക്കെ വിവരം ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ 500 റൂട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ KSRTC മാത്രം ഓടും, അല്ലെങ്കിൽ സ്വകാര്യ മത്സ്യം മാത്രം ഓടും, ഇനി മത്സരമില്ല, അല്ലെങ്കിൽ 7000 വണ്ടികളെ ഉള്ളൂ. ആ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? KSRTCയുടെ കയ്യിൽ കുത്തകയായിരുന്ന റൂട്ടുകൾ വിട്ടുകൊടുത്തു, വിലക്ക് വിറ്റു, വാഹനം വാങ്ങിയില്ല. എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനെതിരെ കേസിന് പോവുകയും പരാജയപ്പെടുകയും ചെയ്തു. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കാം, അത് മറ്റൊരു വാർത്തയായിട്ട് ചെയ്യാം. ഇവിടെ ചെയ്തത് ഈ റൂട്ടുകൾ, സ്വന്തം കയ്യിലിരുന്ന റൂട്ടുകൾ വിറ്റ് തുലച്ചുകൊണ്ട് വേറെ റൂട്ടുകൾ കണ്ടെത്തുന്നു ഇവരെന്ന് അവകാശപ്പെടുന്നു. പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ, നിങ്ങൾക്കൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നോ? സാർ, കഴിഞ്ഞ ആഴ്ചയാണ് താങ്കൾ KSRTCയുടെ 506 റൂട്ടുകളോളം വിറ്റത്. എന്നിട്ട് ഈ ആഴ്ച വന്നിരുന്ന് പറയുന്നു പുതിയ റൂട്ടുകൾ കണ്ടെത്തി എന്ന് പറയുന്നു. ഇത് ശരിയാണോ എന്ന് ചോദിക്കാൻ ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എല്ലാവരും ഒരു കോക്കസാണ്. ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. രാഷ്ട്രീയക്കാരെയും അവരുടെ ആളുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിപാടികളാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ പത്രപ്രവർത്തകർക്കെല്ലാം പാസുകൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ നഷ്ടം സംഭവിച്ച ആർക്കാണ്? KSRTCയെ സ്നേഹിക്കുന്ന ആളുകൾക്കും അതിലെ ജീവനക്കാർക്കും ഇവിടെ നഷ്ടം സംഭവിച്ചു. കാരണം പുതിയ വാഹനങ്ങൾ എടുക്കുന്നില്ല, ഈ ഓടിക്കുന്ന വാഹനങ്ങൾ കൃത്യമായി സർവീസ് നടത്തുന്നില്ല, പൂർത്തിയാകുന്നില്ല. അപ്പോൾ ഉച്ച സമയങ്ങളിൽ വാഹനമില്ലാതെ മനുഷ്യന്മാർ റോഡിൽ നിൽക്കുന്നു. ഇവർ പറയുന്നു പീക്ക് ടൈമിൽ ഓടിച്ചാൽ മതി, അല്ലാത്ത സമയങ്ങളിൽ ഓടിക്കണ്ട. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയും ജനസാന്ദ്രത ഏറിയ ഒരു സംസ്ഥാനത്ത് പീക്ക് ടൈം അങ്ങനെ ഒരു ടൈം ഇല്ല സാർ. ഏത് സമയത്തും ആളുകളുണ്ട്. പക്ഷേ രാത്രി 9-10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ KSRTC ഈ റോഡുകളിൽ വിജനമാണ്. നേരെ മറിച്ച് രാവിലെ 6 മണി വരെയും ഈ റോഡ് വിജനമാണ്. നേരെ മറിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവിടെ രാത്രികാലങ്ങളിൽ ടൗണുകളിൽ ജീവിതം ആരംഭിക്കുകയും പകല് ജീവിതം ഗ്രാമങ്ങളിൽ ആരംഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. KSRTC തമിഴ്നാടിനെയോ അല്ലെങ്കിൽ കർണാടകയോ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ റൂട്ട് കച്ചവടത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ലാഭം എത്ര? അതാണ് ഇവിടെ വെളിപ്പെടുത്തേണ്ടത്. സ്വകാര്യ മുതലാളിമാർ ചാകര കൊയ്യുന്നതായി പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നു, കാണാനിടയായി. അത് വായിച്ച റൂട്ട് വിറ്റ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി. താങ്കൾ അവിടെ നിന്ന് റൂട്ട് വിൽക്കുമ്പോൾ അതിനുള്ള ഒത്താശകൾ ഇവിടെ ഇതിൻ്റെ റൂട്ട് മീറ്റിങ്ങിന് പോകുന്ന ആളുകൾ കൂടെ താങ്കൾ ചെയ്യുന്നതിനപ്പുറം താങ്കൾ അവിടെ 1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 ചെയ്യുന്ന ആളുകളാണ് ചെയ്യുന്നത്. KSRTC എങ്ങനെ അടച്ചുപൂട്ടണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അടച്ചുപൂട്ടണമെന്നല്ല, എനിക്കെങ്ങനെ പണം സമ്പാദിക്കാം എന്ന ചിന്തഗതിയിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനിടയിൽ ഒരു
MD പറയുന്നു KSRTCയുടെ കളക്ഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന്. ജീവനക്കാർ എന്താണ് സാറ് ചെയ്യേണ്ടത്?